അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ബാൻഡൽ വിട്ട് പോവുകയാണ്. നേരെ കൊളോണിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. രാവിലെ തന്നെ കൊളോണിലെ കത്തീഡ്രൽ കാണാൻ വേണ്ടി. നമ്മൾ ഇവിടെ ജർമ്മനിയിൽ വന്ന് ഇറങ്ങിയത് ആദ്യമായിട്ട് നമ്മുടെ കൊളോൺ ബോൺ എയർപോർട്ടിലാണ്. അവിടെ നിന്ന് നമ്മൾ ഹനോവർ പിടിച്ചപ്പോൾ തന്നെ നമ്മൾ വന്ന വഴിക്ക് കണ്ടതാണ് കൊളോൺ കത്തീഡ്രൽ. അപ്പോൾ അത് കാണാതെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മൾ ട്രെയിനിലിരുന്നാണല്ലോ കണ്ടത്. ശരിക്കും ഒന്ന് അവിടെ പോയി കാണണം എന്നുണ്ട്. പറ്റുമെങ്കിൽ ഉള്ളിലും കയറണം. അപ്പോൾ നേരെ പോവാണ്. ബാൻ ഓഫ് ബാൻഡൽ നമ്മൾ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. വൻ കാനിഷ് വീര കൊമൻ അതാണ് തിരിച്ചു വരണം നമുക്ക്. പിന്നെ Deutsch ist nicht nur eine Sprache, es ist eine Kultur, was ich gelernt habe, das klar. എനിവേ ജർമ്മൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ജർമ്മൻ ക്വാളിറ്റി തന്നെയാണ് എല്ലാത്തിലും. പിന്നെ വേറെ ഒരു കാര്യം വരുന്നത്, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നാളെ ഉച്ച കഴിഞ്ഞ് നമുക്ക് ബോൺ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് പറക്കണം. അപ്പോൾ ഇന്ന് SNലാണ് നമ്മുടെ സ്റ്റേ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഹനോവറിലെത്തിയപ്പോൾ ഒരാളിനെ പരിചയപ്പെട്ടു. നമ്മുടെ ചാനലൊക്കെ കാണിച്ചു കൊടുത്തു. ഹൗ ഇസ് മൈ ചാനൽ? It's very great. I like the vlog style, man. പുള്ളി നമ്മളെപ്പോലെ തന്നെ ഒരു ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്നാണ് കേട്ടോ പറഞ്ഞത്. Yeah, I had no idea what he's saying, but yeah. ബൈക്കിളിലൊക്കെ ആണ് പുള്ളിയുടെ യാത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ കൊളോൺ പിടിക്കും, ഹനോവറിൽ നിന്ന്. നമ്മളിവിടെ വന്ന് കൊളോണിലേക്കുള്ള ട്രെയിനിലേക്ക് നമ്മൾ കയറി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാഷ്റൂം ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു കേട്ടോ. പേപ്പർ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ട്രെയിൻ എങ്ങനെയാണെന്ന് കണ്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്കാണോ തന്നെ. അപ്പോൾ ഇതാണ് ഗോത്തിക് ആർക്കിടെക്ചറിൽ ചെയ്തിട്ടുള്ള ആ ഒരു കിഡിലൻ പള്ളി. 1880 ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് കേട്ടോ. 1248 തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ ധാരാളം ഫോട്ടോസും കാര്യങ്ങളും റിലേറ്റഡ് വെച്ചിട്ടുണ്ട്. 157 മീറ്റർ ഉയരമാണ് കേട്ടോ ഈ കത്തീഡ്രലിന് ഉള്ളത്. ഒരിക്കലും ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്നു. ഇപ്പോഴും ഇരട്ട ഗോപുരമുള്ള ഏറ്റവും ഉയരം കൂടിയ ദേവാലയമായിട്ട് ഈ കത്തീഡ്രലിൽ നിലനിൽക്കും. കഥ പറയുന്നതിനനുസരിച്ചിട്ട് കൊളോൺ കത്തീഡ്രലിൻ്റെ നിർമ്മാണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അളവുകളും മഹത്വവും മനുഷ്യരിൽ വെറും അസാധ്യമായ ഭാവനയായിട്ട് തോന്നി. കെട്ടിടത്തിൻ്റെ മിന്നിമിനുങ്ങിയ പുരോഗതിയിൽ നിരാശനായിരുന്ന ഒരു ശില്പി പിശാശിനോടൊരു കരാറ് ചെയ്യുകയായിരുന്നു കേട്ടോ. ശില്പിയുടെ ആത്മാവിൻ്റെ വിപരീതമായി പിശാശ് കത്തീഡ്രലിൻ്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ വാഗ്ദാനം ചെയ്തു. എന്നാൽ ശില്പി ഒരു സങ്കീർണ നിബന്ധന ചേർത്തു. കത്തീഡ്രൽ ഒരിക്കലും പൂർണ്ണമായതായി പരിഗണിക്കപ്പെട്ടാൽ മാത്രമേ പിശാശ് ശില്പിയുടെ ആത്മാവിനെ കൈവശപ്പെടുത്തുകയുള്ളൂ. ഈ തർക്കത്തിൽ പിശാശ് കുടുങ്ങി. ശില്പി നിർമ്മാണം നീട്ടി. പല നൂറ്റാണ്ടുകൾക്കും ശേഷം പൂർത്തിയായെങ്കിലും കത്തീഡ്രൽ തികച്ചും പൂർണ്ണമായതായി അറിയപ്പെടാത്തതിനാൽ പിശാശ് തൻ്റെ കയ്യിൽ ലഭിക്കുമെന്ന് കരുതിയ ആത്മാവ് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. പിശാശ് മൂഞ്ചി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ. നമുക്കപ്പോൾ ഇന്ന് നേരെ ഇനി SNലേക്ക് പോകണം. പിന്നെ നാളെ നമുക്ക് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി 4 മണി ആ ടൈമിലാണ് നമുക്ക് പറക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കേസൊക്കെ പിടിക്കാം കേട്ടോ. ശരി എന്നാൽ.